ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ദിനമാണ്. കേരളത്തിൽ ഈ ദിനം നിരവധി വ്യത്യസ്ത ആഘോഷങ്ങളാൽ നിറയുന്നു. തീർച്ചയായും നമ്മൾ ഈ ദിനം ആഘോഷിക്കുമ്പോൾ അതിന്റെ ചരിത്രം കൂടി അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ? ഈ വീഡിയോയിലൂടെ അതിന് ഞാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് ജനുവരി 1 പുതുവർഷം ആരംഭിക്കുന്നത്? പല രാജ്യങ്ങളിലും ജനുവരി 1 പുതുവർഷം ആരംഭിക്കുന്നു. എന്നിരുന്നാലും ഇത് എല്ലായ്പ്പോഴും അങ്ങനെ ആയിരുന്നില്ല. വാസ്തവത്തിൽ നൂറ്റാണ്ടുകളായി മാർച്ച് 25, ഡിസംബർ 25 എന്നിവയുൾപ്പെടെ മറ്റ് തീയതികൾ കലണ്ടറിന്റെ ആരംഭം അടയാളപ്പെടുത്തിയിരുന്നു. അപ്പോൾ ജനുവരി 1 പുതുവത്സര ദിനമായി മാറിയത് എങ്ങനെയാണ്? റോമൻ രാജാവായ ന്യൂമ പോംപിലിയാസിനോട് നമുക്ക് ഭാഗികമായി നന്ദി പറയാം. പാരമ്പര്യമനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ന്യൂമ റോമൻ റിപ്പബ്ലിക്കൻ കലണ്ടർ പരിഷ്കരിച്ചു. അങ്ങനെ ജനുവരിയെ ആദ്യ മാസമായി മാറ്റി. റോമൻ ദേവനായ ജാനസിന്റെ പേരിലാണ് ജനുവരിക്ക് പേരിട്ടത്. ചില സ്രോതസ്സുകൾ അവകാശപ്പെടുന്നത് ന്യൂമയാണ് ജനുവരി മാസവും സൃഷ്ടിച്ചത് എന്നാണ്. എന്നിരുന്നാലും BC 153 വരെ ജനുവരി 1 റോമൻ വർഷത്തിന്റെ ഔദ്യോഗിക തുടക്കമായിരുന്നില്ല എന്നതിന് തെളിവുകളുണ്ട്. BC 46 ജൂലിയസ് സീസർ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ജൂലിയൻ കലണ്ടർ ജനുവരി 1 വർഷത്തിന്റെ ആരംഭ തീയതിയായി നിലനിർത്തി. റോമൻ സാമ്രാജ്യത്തിന്റെ വികാസത്തോടെ ജൂലിയൻ കലണ്ടറിന്റെ ഉപയോഗവും വ്യാപിച്ചു. എന്നിരുന്നാലും 5-ാം നൂറ്റാണ്ടിലെ റോമിന്റെ പതനത്തെ തുടർന്ന് പല ക്രിസ്ത്യൻ രാജ്യങ്ങളും കലണ്ടറിൽ മാറ്റം വരുത്തി. മാർച്ച് 25 പ്രഖ്യാപനത്തിന്റെ പെരുന്നാൾ, ഡിസംബർ 25 ക്രിസ്മസ് എന്നിവ സാധാരണ പുതുവത്സര ദിനങ്ങളായി മാറി. അതിവർഷത്തെക്കുറിച്ചുള്ള തെറ്റായ കണക്കുകൂട്ടൽ കാരണം ജൂലിയൻ കലണ്ടറിന് അധിക മാറ്റങ്ങൾ ആവശ്യമാണെന്ന് പിന്നീട് വ്യക്തമായി. നിരവധി നൂറ്റാണ്ടുകളായി ഈ പിശകിന്റെ സഞ്ചിത പ്രഭാവം തെറ്റായ സീസണിൽ വിവിധ സംഭവങ്ങൾക്ക് കാരണമായി. ഈസ്റ്ററിന്റെ തീയതി നിശ്ചയിക്കുന്നതിലും ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ പോപ്പ് ഗ്രിഗറി 13 1582 ഒരു പരിഷ്കരിച്ച കലണ്ടർ അവതരിപ്പിച്ചു. അതിവർഷങ്ങളിലെ പ്രശ്നം പരിഹരിക്കുന്നതിനു പുറമെ ഗ്രിഗോറിയൻ കലണ്ടർ പുതുവർഷത്തിന്റെ തുടക്കമായി ജനുവരി 1 പുനഃസ്ഥാപിച്ചു. പുതിയ കലണ്ടർ ഉടനടി അംഗീകരിച്ച രാജ്യങ്ങൾ ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ എന്നിവ ഉൾപ്പെട്ടപ്പോൾ പ്രൊട്ടസ്റ്റന്റ് ഓർത്തഡോക്സ് രാജ്യങ്ങൾ അത് സ്വീകരിക്കാൻ മന്ദഗതിയിലായിരുന്നു. ഗ്രേറ്റ് ബ്രിട്ടനും അതിന്റെ അമേരിക്കൻ കോളനികളും 1752 വരെ ഗ്രിഗോറിയൻ കലണ്ടർ പിന്തുടരാൻ തുടങ്ങിയിരുന്നില്ല. അതിനു മുമ്പ് അവർ മാർച്ച് 25 പുതുവത്സര ദിനം ആഘോഷിച്ചിരുന്നു. കാലക്രമേണ ക്രൈസ്തവ രാജ്യങ്ങളും ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിക്കാൻ തുടങ്ങി. ചൈന 1912 ഒരു ശ്രദ്ധേയമായ ഉദാഹരണമാണ്. എന്നിരുന്നാലും ഒരു ചാന്ദ്ര കലണ്ടർ അനുസരിച്ച് ചൈനീസ് പുതുവത്സരം ആഘോഷിക്കുന്നത് തുടർന്നു. വാസ്തവത്തിൽ ഗ്രിഗോറിയൻ കലണ്ടർ പിന്തുടരുന്ന പല രാജ്യങ്ങളിലും മറ്റ് പരമ്പരാഗത അല്ലെങ്കിൽ മതപരമായ കലണ്ടറുകൾ ഉണ്ട്. ചില രാജ്യങ്ങൾ ഒരിക്കലും ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിച്ചിട്ടില്ല. ജനുവരി 1 ഒഴികെയുള്ള തീയതികളിൽ പുതുവർഷം ആഘോഷിക്കുന്ന രാജ്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് എത്യോപ്യ സെപ്റ്റംബറിൽ അതിന്റെ പുതുവത്സരം ആഘോഷിക്കുന്നു. അത് എൻകുഡാതാഷ് എന്നറിയപ്പെടുകയും ചെയ്യുന്നു. പുതുവത്സര ആഘോഷം ലോകമെമ്പാടുമുള്ള ഏതെങ്കിലും സാമൂഹിക, സാംസ്കാരിക, മതപരമായ ആചാരങ്ങൾ പുതുവർഷത്തിന്റെ ആരംഭം ആഘോഷിക്കുന്നു. ഇത്തരം ഉത്സവങ്ങൾ ഏറ്റവും പഴക്കമേറിയതും സാർവത്രികമായി ആചരിക്കുന്നതുമാണ്. 2000 BCEയിൽ മെസപ്പൊട്ടോമിയയിൽ നിന്നാണ് പുതുവത്സര ആഘോഷത്തിന്റെ ആദ്യകാല റെക്കോർഡ് ആരംഭിക്കുന്നത്. അവിടെ ബാബിലോണിയയിൽ പുതുവർഷം മാർച്ച് പകുതിക്ക് ശേഷമുള്ള അമാവാസിയോടും അസ്രിയയിൽ ശരത്കാലത്തോട് അടുത്ത അമാവാസിയോടും കൂടിയാണ് ആരംഭിച്ചത്. ഈജിപ്തുകാർക്കും ഫെനീഷ്യക്കാർക്കും പേർഷ്യക്കാർക്കും വർഷം ആരംഭിക്കുന്നത് സെപ്റ്റംബർ 21 സെപ്റ്റംബർ മധ്യത്തിലായിരുന്നു. ആദ്യകാല ഗ്രീക്കുകാർക്ക് ഡിസംബർ 21 ആരംഭമായിരുന്നു. റോമൻ റിപ്പബ്ലിക്കൻ കലണ്ടറിൽ വർഷം ആരംഭിച്ചത് മാർച്ച് 1 എന്നാൽ BC 153 ശേഷം ഔദ്യോഗിക തീയതി ജനുവരി 1 ആയിരുന്നു. ഇത് BCE 46 ജൂലിയൻ കലണ്ടറിൽ തുടർന്നു. മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ക്രിസ്ത്യൻ യൂറോപ്പിൽ ഭൂരിഭാഗവും മാർച്ച് 25 പ്രഖ്യാപനത്തിന്റെ തിരുനാൾ പുതുവർഷത്തിന്റെ തുടക്കമായി കണക്കാക്കിയിരുന്നു. എന്നിരുന്നാലും ആംഗ്ലോ സാക്സൺ ഇംഗ്ലണ്ടിൽ ഡിസംബർ 25 പുതുവത്സര ദിനം ആചരിച്ചു. അതിനുശേഷം പുതുവർഷം ജനുവരി 1 ആരംഭിക്കുമെന്ന് വില്യം ദി കോൺക്വർ വിധിച്ചു. എന്നാൽ ഇംഗ്ലണ്ട് പിന്നീട് ക്രൈസ്തവ ലോകത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ ചേരുകയും മാർച്ച് 25 സ്വീകരിക്കുകയും ചെയ്തു. റോമൻ കത്തോലിക്ക സഭ 1582 അംഗീകരിച്ച ഗ്രിഗോറിയൻ കലണ്ടർ ജനുവരി 1 പുതുവത്സര ദിനമായി പുനഃസ്ഥാപിച്ചു. കൂടാതെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ക്രമേണ അത് പിന്തുടരുകയും ചെയ്തു. 1660 സ്കോട്ട്ലാൻഡ്, ജർമ്മനിയും ഡെൻമാർക്കും, ഏകദേശം 1700 752 ഇടയിലും ഇംഗ്ലണ്ടും, 1918 റഷ്യയും അത് പിന്തുടർന്നു. ചാന്ദ്ര കലണ്ടർ ഉപയോഗിക്കുന്ന മതങ്ങളും സംസ്കാരങ്ങളും ജനുവരി 1 ഒഴികെയുള്ള ദിവസങ്ങളിൽ വർഷത്തിന്റെ ആരംഭം ആചരിക്കുന്നത് തുടരുന്നു. ഉദാഹരണത്തിന് യഹൂദമത കലണ്ടറിൽ വർഷം ആരംഭിക്കുന്നത് തിഷ്രി മാസത്തിലെ ആദ്യ ദിവസമായ റോഷ് ഹശാനയിലാണ്. സെപ്റ്റംബർ 6 ഒക്ടോബർ 5 ഇടയിലാണ് ഇത് വരുന്നത്. മുസ്ലിം കലണ്ടറിൽ സാധാരണയായി ഓരോ വർഷവും 354 ദിവസങ്ങളുണ്ട്. മുഹറം മാസത്തിൽ പുതുവർഷം ആരംഭിക്കുന്നു.
ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ആരംഭിക്കുന്ന ഒരു മാസത്തേക്കാണ് ചൈനീസ് പുതുവത്സരം ഔദ്യോഗികമായി ആഘോഷിക്കുന്നത്. മറ്റ് ഏഷ്യൻ സംസ്കാരങ്ങൾ വർഷത്തിലെ വിവിധ സമയങ്ങളിൽ ദിനം ആഘോഷിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ തമിഴർ ശീതകാല അറുതിയിൽ പുതുവർഷം ആഘോഷിക്കാറുണ്ട്. ടിബറ്റുകാർ ഫെബ്രുവരിയിൽ ഈ ദിനം ആചരിക്കാറുണ്ട്. തായ്ലൻഡിൽ മാർച്ചിലോ ഏപ്രിലോ ഈ ദിനം ആഘോഷിക്കാറുണ്ട്. ജാപ്പനീസ് ജനുവരി 1 മുതൽ 3 വരെ 3 ദിവസത്തെ ആഘോഷം നടത്തുന്നു. റോമാക്കാർക്ക് ജനുവരി മാസത്തിന് ഈ പേര് ലഭിച്ചത് അവരുടെ ദേവനായ ജാനസിൽ നിന്നാണ്. അദ്ദേഹത്തിന് 2 മുഖങ്ങളുണ്ടായിരുന്നു. ഒന്ന് പുറകോട്ടും മറ്റൊന്ന് മുന്നിലേക്കും നോക്കുന്നു. മോശം ശീലങ്ങളിൽ നിന്ന് മുക്തി നേടാനും മികച്ചത് സ്വീകരിക്കാനും തീരുമാനങ്ങൾ എടുക്കുന്ന സമ്പ്രദായവും പുരാതന കാലവും മുതലുള്ളതാണ് ഇവ. 4000 വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിയക്കാർ ഈ ആചാരം ആരംഭിച്ചതായി ചിലർ വിശ്വസിക്കുന്നു. ഈ ആദ്യകാല പ്രമേയങ്ങൾ ദൈവങ്ങളുടെ പ്രീതി നേടാനുള്ള ശ്രമത്തിലായിരിക്കാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ, കവി റോബർട്ട് ബേൺസ് പരിഷ്കരിച്ച ഓർഡ് ലാങ് സൈൻ പലപ്പോഴും പുതുവർഷ രാവിൽ പാടാറുണ്ട്. പ്രതീകാത്മകമായ ഭക്ഷണങ്ങൾ പലപ്പോഴും ആഘോഷങ്ങളുടെ ഭാഗമാണ്. ഉദാഹരണത്തിന് പല യൂറോപ്യന്മാരും വരും വർഷത്തിൽ ഐശ്വര്യം ഉറപ്പാക്കാൻ ക്യാബേജോ മറ്റു പച്ചിലകളോ കഴിക്കുന്നു. അതേസമയം അമേരിക്കൻ സൗത്തിലെ ആളുകൾ ഭാഗ്യത്തിനായി ബ്ലാക്ക് ഫ്ലേവർ കടലയെ ഇഷ്ടപ്പെടുന്നു. ഏഷ്യയിൽ ഉടനീളം ന്യൂഡിൽസ്, റൈസ് കേക്ക് എന്നിവ പോലുള്ള പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കുന്നു. കൂടാതെ വിപുലമായ വിഭവങ്ങളിൽ പേരുകൾ അല്ലെങ്കിൽ രൂപം, ദീർഘായുസ്, സന്തോഷം, സമ്പത്ത്, ഭാഗ്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന ചേരുവകൾ ഉൾക്കൊള്ളുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഒരു വ്യക്തി വർഷത്തിന്റെ ആദ്യ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ആ വർഷത്തിൽ അവൻ എന്ത് ചെയ്യുമെന്ന് പ്രവചിക്കുമെന്ന വിശ്വാസം നിമിത്തം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒത്തുചേരലുകൾ വളരെ കാലമായി പ്രാധാന്യമർഹിക്കുന്നു. ത്രെഷോൾഡ് അല്ലെങ്കിൽ ആദ്യകാൽ കടക്കുന്ന ആദ്യത്തെ അതിഥി പ്രാധാന്യമറിയിക്കുന്നതാണ്. കൂടാതെ ലൊക്കേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെടുന്ന ശരിയായ ഫിസിക്കൽ താരമാണെങ്കിൽ ഭാഗ്യം കൊണ്ടുവന്നേക്കും. ന്യൂയോർക്ക് സിറ്റിയിലെ ടൈംസ് സ്ക്വയറിലോ ലണ്ടനിലെ ട്രാഫൽഗർ സ്ക്വയറിലോ ഉള്ളതുപോലെ പൊതുയോഗങ്ങളിൽ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നു. പുതിയ വർഷം ആരംഭിക്കുന്ന കൃത്യമായ നിമിഷത്തെ സൂചിപ്പിക്കാൻ ടൈംസ് സ്ക്വയറിൽ ഒരു ഇലക്ട്രോണിക് ബോൾ ഇടുന്നതിനുള്ള കൗണ്ട് ഡൗൺ ലോകമെമ്പാടും ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുന്നു. ആദ്യത്തെ റോസ് ബൗൾ ഗെയിം 1902 ജനുവരി 1 കാലിഫോർണിയയിലെ പസഡനയിൽ കളിച്ചു. കൂടാതെ കോളേജ് ഫുട്ബോൾ ഗെയിമുകൾ പുതുവത്സര ദിനത്തിൽ അമേരിക്കൻ ടെലിവിഷനിൽ ആധിപത്യം സ്ഥാപിച്ചു. തത്സമയ പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഫ്ലോട്ടുകൾ അവതരിപ്പിക്കുന്ന ടൂർണമെന്റ് ഓഫ് റോസസ് പരേഡും ഫിലാഡൽഫിയയിലെ മമ്മേഴ്സ് പരേഡും പുതുവത്സര ദിന പരിപാടികളാണ്. പലരും പുതുവർഷത്തെ മതപരമായ ആചാരങ്ങളോടെ അടയാളപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് റോഷ് ഹഷാന ബുദ്ധ സന്യാസിമാർക്ക് ഈ ദിവസം സമ്മാനങ്ങൾ നൽകുന്നു. ഹിന്ദുക്കൾ ദൈവങ്ങൾക്ക് വഴിപാടുകൾ നൽകുന്നു. ജപ്പാനിൽ ചിലപ്പോഴൊക്കെ ഷിൻഡോ ആരാധനാലയങ്ങളിലേക്കോ ബുദ്ധക്ഷേത്രങ്ങളിലേക്കോ സന്ദർശനം നടത്താറുണ്ട്. ചൈനക്കാർ അടുപ്പിന്റെയും സമ്പത്തിന്റെയും ദേവന്മാർക്കും പൂർവികർക്കും വഴിപാടുകൾ അർപ്പിക്കുന്നു. ഇങ്ങനെ വിവിധ ആചാരങ്ങൾ നിറഞ്ഞതായിരുന്നു ന്യൂ ഇയർ ആഘോഷങ്ങൾ. നമ്മുടെ കേരളത്തിൽ ന്യൂ ഇയർ എന്നത് വലിയൊരു ആഘോഷമാണ്. പാട്ടും കാർണിവലും DJ പാർട്ടികളും എന്നിങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ആഘോഷ ദിനത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അതിന് നിങ്ങളെ ഈ വീഡിയോ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ കഴിയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.